വളരെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അവരുടെ വീട്ടിലേക്ക് ലെറ്റർ അയക്കുകയാണ്, നിങ്ങൾ സെലക്ഷൻ ആയിരിക്കുകയാണ്. പേരൻസിനോട് ഞാൻ പറയുന്നതാണ്, ഇത്തരം കുഴിയിൽ ചെന്ന് ചാടരുത് എന്നുള്ളത്. ഉദ്യോഗാർത്ഥിയല്ല, അവർ വിദ്യാർത്ഥികളാണ്. ഗുഡ് ഈവനിങ് സാർ. ഇന്ത്യൻ ഡിഫൻസിലേക്ക് ഇപ്പോൾ നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ പല പരസ്യങ്ങളിലും കാണുന്നുണ്ട് 13 വയസ്സ് മുതൽ ഇന്ത്യൻ ആർമിയിലേക്ക് അല്ലെങ്കിൽ നേവിയിലേക്ക് നിരവധി അവസരങ്ങളുണ്ട്. 13 വയസ്സ് മുതൽ ഒരു കുട്ടിക്ക് ഇന്ത്യൻ ആർമിയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിലേക്ക് കയറി ചെല്ലാം എന്നുള്ള പല പരസ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിൽ പല വിദ്യാർത്ഥികളും അവരുടെ പേരൻസും അകപ്പെട്ടു പോകുന്നുണ്ട്. ശരിക്കും ഒരു 13 വയസ്സ് എന്നുള്ളത് ഒരു ഇന്ത്യൻ ആർമിയിലേക്ക് അല്ലെങ്കിൽ ഡിഫൻസ് ജോലിയിലേക്ക് കയറിപ്പോകേണ്ട ഒരു പ്രായമാണോ, അല്ലെങ്കിൽ 13 വയസ്സും ഉള്ള ഒരു കുട്ടിക്ക് ഇന്ത്യൻ ഡിഫൻസിലേക്ക് കയറിപ്പോകാൻ പറ്റുമോ? ശരിക്കും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഗുഡ് ഈവനിങ് നിജിൻ. ഈ ഒരു ചോദ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസി ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേരൻസും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുമാണ് എന്നോട് പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് ത്രൂ അല്ലെങ്കിൽ കോൾ ത്രൂ എന്നോട് ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പല തവണയായിട്ട് ഞാനും കണ്ടൊരു കാഴ്ച തന്നെയാണ് പല അഡ്വർടൈസ്മെൻറ്റും. അതായത് 13 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ആർമിയിൽ, നേവിയിൽ, എയർഫോഴ്സിൽ അല്ലെങ്കിൽ വിവിധതരം യൂണിഫോം സേനയിലേക്ക് നിരവധി അവസരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെയാണ് പല സ്കൂൾ തലങ്ങളിലും കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഇത്തരം അഡ്വർടൈസ്മെൻറ്റിലെ കൂടി കുട്ടികൾ അകപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി അല്ലെ വിദ്യാർത്ഥിനിക്ക് ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് അടിവരയിട്ട് തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആക്ച്വലി ഇതിൻ്റെ 17 വയസ്സ് മുതലാണ് യൂണിഫോം സേനയിലേക്ക് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ ഡ്യൂട്ടി, അതായത് ശിപ്പായി ലെവൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. 16.5 വയസ്സാണ് ഏറ്റവും ചെറിയ പ്രായപരിധി എന്നുള്ളത്. 16.5 വയസ്സാണ് അത് ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അതായത് ഓഫീസർ തസ്തികയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് 16.5 വയസ്സ് മുതൽ 19.5 വയസ്സുള്ള ഉദ്യോഗാർത്ഥികളാണ്. സാധാരണ ബാക്കി എല്ലാ കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ 17 വയസ്സ് മുതലാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അത് ഏജ് ലിമിറ്റിനകത്ത് പല സമയങ്ങളിലും വേരിയേഷൻ സംഭവിക്കാറുണ്ട്. എങ്കിൽ പോലും 13 അല്ല 15, കാരണം പലതിലും കാണാറുണ്ട് 15 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുകയും അതിൽ 13 വയസ്സുള്ള അല്ലെ 14 വയസ്സുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ഷൻ ചെയ്യുകയും അവരുടെ വീട്ടിലേക്ക് ലെറ്റർ അയക്കുകയാണ്, നിങ്ങൾ സെലക്ഷൻ ആയിരിക്കുകയാണ്, നിങ്ങൾ ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വളരെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 13 വയസ്സുള്ള ഒരു ഉദ്യോഗാർത്ഥി, അതായത് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഏത് ബേസിലാണ് ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകുക എന്നുള്ളത് എനിക്ക് ആ ഒരു സ്ഥാപനങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. +1 അല്ലെ +2 കഴിഞ്ഞതിന് ശേഷം അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഡിഫൻസിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഈ 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി 3 വർഷത്തിന് അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? പല ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ പല രക്ഷിതാക്കളും ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉന്നയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് അവർ പല അക്കാഡമീസും സ്കൂൾ തലങ്ങളിൽ പോയിട്ട് ആണ് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ട്, ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഡിഫൻസിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ ഒരു ഡിഫൻസിലേക്ക് ആർമി, എയർഫോഴ്സ്, നേവി അല്ലെ പാരാമിലിറ്ററി ഫോഴ്സ് മാക്സിമം ടു മിനിമം 6 to 10 months, 6 മുതൽ 10 മാസത്തെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ വളരെ നോർമലായിട്ട് തന്നെ ഓരോ ഡിഫൻസ് ഫോഴ്സിലേക്കും അവർക്ക് കയറി പോകാൻ സാധിക്കും എന്നുള്ളത് വളരെ തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാക്സിമം ആർമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയിലേക്കാണെങ്കിൽ ഒരു 2 മാസത്തെ പ്രിപ്പറേഷൻ മാത്രം മതി. ആ കുട്ടി ഉറപ്പായി ഒരു 100% എന്നുള്ളതിൽ തന്നെ ഒരു കുട്ടിക്ക് റിട്ടേൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കലും. അല്ലാതെ 13 വയസ്സുള്ള ഉദ്യോഗാർത്ഥിയെ കൊണ്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് 13 വയസ്സ് മുതൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്? ഓൺലൈൻ ക്ലാസ് ആണ് അവർ കൊടുക്കുന്നത്. ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ആർമി ഡിഫൻസ്, അതായത് ഓരോ ഡിഫൻസിനും ഓരോ സിലബസ് ആണുള്ളത്. ആർമിക്ക് വേറെ സിലബസ് ആണ്. ആർമിയിൽ തന്നെ 8ാം ക്ലാസ്, 10ാം ക്ലാസ്, +2, ക്ലർക്ക്, ടെക്നിക്കൽ പല കാറ്റഗറിയിലേക്കാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് വിദ്യാർത്ഥികൾ. അപ്പോൾ ഈ ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് സിലബസ് ആണുള്ളത്. അപ്പോൾ ഈ 13 വയസ്സുള്ള ഉദ്യോഗാർത്ഥികളെ കൊണ്ട് ഏതിനാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത്, അല്ലെ ഏതിന്റെ ബേസിലാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത്? ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്ലാസ് GK, GS, റീസണിങ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷിന്റെ ക്ലാസ് കൊടുത്തുകൊണ്ട് എന്താണ് ആ ഒരു കുട്ടിക്ക് പ്രയോജനമുള്ളത്? അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓരോ പേരൻസിനോടും പറയാനുള്ളത്, നിങ്ങൾ +2 ശേഷം മാത്രമാണ് ആക്ച്വലി ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇത്തവണ നമ്മൾ ആർമിയുടെ അല്ലെങ്കിൽ നേവിയുടെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് 17 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ള പ്രിപ്പറേഷൻ മാത്രം മതി അവർക്ക്. അല്ലാതെ ഈ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 9ാം ക്ലാസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ +2 തലങ്ങളിലെ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ അകപ്പെട്ടു പോവരുത് എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും തന്നെ എന്നോട് വിളിക്കുന്ന ഓരോ
പേരൻസിനോട് ഞാൻ പറയുന്നതാണ് ഇത്തരം കുഴിയിൽ ചെന്ന് ചാടരുത് എന്നുള്ളത്. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട് പ്രിപ്പറേഷൻ ചെയ്തോട്ടെ, ഏത് ക്ലാസ്സിലായിക്കോട്ടെ. ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, എനിക്കും വളരെ ചെറുപ്പം തൊട്ട് തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ആർമിയിലേക്ക് പോകണം എന്നുള്ളത്. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ രാവിലെ എഴുന്നേറ്റ് ഓടാറുണ്ടായിരുന്നു. എക്സാം ക്ലാസ് എന്നുള്ളത് നമ്മൾ ഏത് കാറ്റഗറിയിലാണോ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ GK-യോ GS-ഓ റീസണിങ്ങോ കൊടുത്തുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി ഒരു പ്രയോജനം 0% മാത്രമേ അതിലുള്ള കാര്യമുള്ളൂ. അവരുടെ ഇൻഡിവിജ്വലിന്റെ പഠിക്കുന്ന സമയത്തിന് വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിന്. അതുകൊണ്ട് ഓരോ പേരൻസിനോട് ഓരോ ഉദ്യോഗാർത്ഥിയോടും ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ ആ ഒരു സമയത്ത് ഏതിനാണോ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഫിസിക്കലായിട്ട് നിങ്ങൾ ചെറുപ്പം തൊട്ടേ ആരംഭിച്ചോളൂ. പക്ഷേ റിട്ടേൺ എക്സാം എഴുതുന്നത് ഓരോ കൺസേൺ, ഓരോ ബേസ്, അതായത് ഓരോ കാറ്റഗറിക്കും നിങ്ങൾ ടെക്നിക്കലിനാണ്, ക്ലർക്കിനാണ്, SSR, MR, എയർമാൻ ഏതിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാരാമിലിറ്ററിയിലായിക്കോട്ടെ, ആ സിലബസിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് മാത്രം നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുക. അല്ലാത്ത വർഷം നിങ്ങളുടെ ഓരോ ചെറിയ സമയം പോലും വേസ്റ്റേജ് ആവും എന്നുള്ളതിൽ വളരെ തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സാർ, ഇന്ത്യൻ ഡിഫൻസിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് പോകേണ്ട ശരിക്കും ഒരു ഏജ് എത്രയാണ്? ഏത് വയസ്സ് മുതലാണ് അല്ലെങ്കിൽ എപ്പോൾ മുതലാണ് അവർ ഇന്ത്യൻ ഡിഫൻസിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സാർ, അത് ഒന്ന് വ്യക്തമായി തരുമോ? നിജിൻ, അപ്പോൾ ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ്റെ പ്രായപരിധി എന്നുള്ളത് നേരത്തെ പറഞ്ഞു 17 വയസ്സ് മുതലാണ്. ഈ 13 വയസ്സ് മുതൽ ഉള്ള ഉദ്യോഗാർത്ഥിയല്ല, അവർ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ വിദ്യ ആർജിച്ചതിന് ശേഷം മാത്രമാണ് ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോഴാണ് ഉദ്യോഗാർത്ഥി ആവുന്നത്. ഈ 13 വയസ്സ് മുതൽ അല്ലെങ്കിൽ 14, 15, 16 ഈ പ്രായപരിധി എന്നുള്ളത് അവർ വിദ്യ ആർജിക്കേണ്ടവരാണ്. ചില സ്ഥലങ്ങൾ കണ്ട് 10-ാം വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാമെന്നുള്ളത്. അത്തരം സ്ഥാപനങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു പ്രിപ്പറേഷൻ എന്താണ് കൊടുക്കുക, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഏത് ബേസിലാണ് ഇവർ അപ്ലിക്കേഷൻ കൊടുപ്പിക്കുന്നതും ഏതിൻ്റെയാണ് അപ്ലിക്കേഷൻ കൊടുക്കാൻ വരുന്നതും ഈ ഒരു പ്രായപരിധിയിൽ. അപ്പോൾ ആക്ച്വലി എന്നുള്ളത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഡിഫൻസിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ 17 വയസ്സിന് ശേഷം 8ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ 8ാം ക്ലാസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കല്ല. അതായത് പ്രായപരിധി 17 വയസ്സിന് ശേഷം, അഥവാ 10ാം ക്ലാസ്സിൽ D+ അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവാൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ 8th ബേസിനകത്ത് ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 17 വയസ്സും, അതുപോലെ തന്നെ NDA ഓഫീസർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ 16.5 വയസ്സും, അതും +1 +2 ബേസ് ആണ് NDAയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അതായത് +1 പഠിക്കുന്ന സമയത്ത് അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. ഫസ്റ്റ് ചാൻസിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. +2 ആണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ. അതുപോലെ തന്നെ ഹൈറ്റ് ലിമിറ്റും. നമ്മൾ ഈ 13 വയസ്സുള്ള ഒരു ഉദ്യോഗാർത്ഥി വളരെ ചെറിയൊരു ഹൈറ്റ് ഉള്ള കുട്ടിയായിരിക്കും. അവർ 19 വയസ്സ് വരെ എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ 166 സെന്റിമീറ്റർ ആണ് ആർമിയിലേക്ക് ശിപ്പായി റാങ്കിലേക്ക് വേണ്ടത്. 163 ആണ് ക്ലർക്ക് തസ്തികയിൽ. 157 ആണ് ഇന്ത്യൻ നേവിയിലേക്കും ഇന്ത്യൻ എയർഫോഴ്സിലേക്കും വേണ്ടത്. പാരാമിലിറ്ററിയിലേക്കാണെങ്കിൽ 170 സെന്റിമീറ്റർ. അപ്പോൾ പല വിദ്യാർത്ഥികളും നമ്മുടെ യൂണിഫോം ഇന്ത്യൻ ആർമിയുടേതായിക്കോട്ടെ, അല്ലെങ്കിൽ നേവിയുടേതായിക്കോട്ടെ, എയർഫോഴ്സിന്റെ ആയിക്കോട്ടെ, പാരാമിലിറ്ററി ആയിക്കോട്ടെ, ഒരു കുട്ടി പറയുന്നത് എനിക്ക് BSFിലേക്കാണ് പോകാൻ ആഗ്രഹം. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങളുടെ ഹൈറ്റ് സെറ്റ് ആണ്. ഈ 7ാം ക്ലാസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഈ 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ SSC GDയുടെ, അതായത് പാരാമിലിറ്ററി ഫോഴ്സിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ എന്തിനാണ് അവർ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ ആവാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്? വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഓരോ പേരൻസും പ്രത്യേകം ശ്രദ്ധിക്കുക. അതും പല വിദ്യാർത്ഥികളും കരുതുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ആർമിയിലേക്ക് സെലക്ഷൻ ആയി എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഫിസിക്കലിന് വേണ്ടി ക്ഷണിക്കുകയും ബാക്കി ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ യാഥാസ്ഥികത എന്നുള്ളത് +2വിന് ശേഷമാണ് പക്ക ഒരു സമയം എന്നുള്ളത്. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, അവർക്കും ഈ ഒരു ബേസിനകത്ത് ഈ ഒരു ഏജ് ലിമിറ്റിനകത്ത് വരികയാണെങ്കിൽ അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ 13 മുതൽ 28 വയസ്സ് വരെ, അതും 28 വയസ്സ് വരെ എന്ന് പറയുന്നത് പോലും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലും കാറ്റഗറി ഉണ്ട്. അതായത് നമ്മുടെ കാസ്റ്റ് ബേസിലാണ് ഓരോ ഡിഫൻസിലേക്കും ഏജ് ലിമിറ്റ് നിശ്ചയിക്കുന്നത്. ആർമി, എയർഫോഴ്സ്, നേവി കാസ്റ്റ് സിസ്റ്റം ഇല്ല. അത് ഏത് കാസ്റ്റ് ആയാലും സെയിം ഏജിനകത്ത് സെയിം ഹൈറ്റിനകത്ത് വരികയാണെങ്കിൽ മാത്രമേ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. SSC GDയിലേക്കാണെങ്കിൽ കാറ്റഗറിക്ക് അനുസരിച്ച്, അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 23 വയസ്സും, അതുപോലെ തന്നെ 26 വയസ്സ് OBC, SC ST ആണെങ്കിൽ 28 വയസ്സ്. അപ്പോൾ ഇത്തരം യൂണിഫോം സേനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്, അതായത് ഈ 17 വയസ്സോ 18 വയസ്സോ ആയിട്ടുള്ളവർക്ക് 18 വയസ്സ് മുതലാണ് SSC GDയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സമയത്താണ്
താങ്കൾ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള 14 വയസ്സുള്ള ഒരു ഉദ്യോഗത്തെ നിങ്ങൾക്ക് പാരാമിലിറ്ററിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ട്രെയിനിങ്ങിന് വേണ്ടി ക്ഷണിക്കുന്നത്. ഇത് വളരെ തെറ്റായിട്ടുള്ള, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, വളരെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ 13 വയസ്സ് മുതൽ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ഡിഫൻസിൻ്റെ യൂണിഫോം അണിയണമെങ്കിൽ ഒരു മെച്യൂരിറ്റി എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മലയാളത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദിയിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, നമ്മൾ പല സിനിമകളും കണ്ടുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിയും ഈ ഒരു യൂണിഫോം സേനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ്, അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന ഉദ്യോഗസ്ഥ ആയിക്കോട്ടെ, 7ാം ക്ലാസ്സിലായിക്കോട്ടെ, അല്ല 5ാം ക്ലാസ് തൊട്ട്, എനിക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഓർമ്മയില്ല എങ്കിൽ പോലും ഏകദേശം 5ാം ക്ലാസ് തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ യൂണിഫോം അണിയുക എന്നുള്ളത്. അത് ഞാൻ +2-ന് ശേഷമാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആക്ച്വലി ആരംഭിച്ചിട്ടുള്ളത്. അതായത് എഡ്യൂക്കേഷൻ എന്നുള്ളത്, അതും ഞാൻ GD ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷമാണ് ആ ഒരു ബേസിലേക്ക് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അല്ലാതെ എനിക്ക് അറിയത്തും കൂടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇതിൽ ക്ലർക്ക്, ടെക്നിക്കൽ ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ ഓഫീസർ റാങ്ക് ഇന്ത്യൻ ഡിഫൻസിൽ ഉണ്ട് എന്നുള്ളത്. SSC GDയെ കുറിച്ച് പോലും ഞാൻ വളരെ ലേറ്റ് ആയിട്ടായിരുന്നു അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സിനിമകൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ്, പലരുടെയും ഇന്ത്യൻ യൂണിഫോം അണിഞ്ഞുകൊണ്ടുള്ള സ്റ്റാറ്റസ് കാണുമ്പോഴാണ് അവർക്ക് ഇതിനോട് ഇൻസ്പിറേഷൻ തോന്നുന്നതും ഇൻട്രസ്റ്റ് തോന്നുന്നതും അതിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം വരുന്നതും. ആ സമയത്തായിരിക്കും നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണുന്നത് നിങ്ങൾക്ക് 13 വയസ്സ് മുതൽ ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിശ്ചിत നമ്മുടെ സ്കൂൾ തലങ്ങളിലാണ് ഇതിൻ്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ ക്യാമ്പയിനും സംഘടിപ്പിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും പോയിട്ട് കുട്ടികളുടെ ഇതിൻ്റെ അഡ്മിഷൻ എടുക്കാറുള്ളത്. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സാറ്റർഡേ സൺഡേ മാത്രമായിരിക്കും അവർ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഒരു കുട്ടിക്ക്, അതായത് ബാക്കി ദിവസങ്ങളിൽ അവരുടെ എഡ്യൂക്കേഷനുമായിട്ട്, അവരുടെ ക്ലാസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പഠിക്കാനുള്ളതും ലേറ്റ് നൈറ്റ് വരെ അവിടെ പഠിക്കുകയും അതുപോലെ തന്നെ മോർണിംഗിൽ എഴുന്നേറ്റുകൊണ്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി ഈ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് സമയം ലഭിക്കുന്നത്. അപ്പോഴാണ് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരം പോയിട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ പോയിട്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത്. കാരണം ആ ഒരു കുട്ടിക്ക് അതായത് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കൽ പോലും, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ പേരൻസ് ആണ് അവരെ കൂട്ടി കൊണ്ടുപോകേണ്ടത്. ഫിസിക്കൽ ട്രെയിനിങ്ങിന് എന്നുള്ളത് 10-20 കിലോമീറ്റർ ദൂരം 1 മണിക്കൂറോളം വണ്ടിയിൽ, അതായത് നമ്മൾ ബൈക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ കാറിലായിക്കോട്ടെ യാത്ര ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഏർലി മോർണിംഗിലാണ്. ഏകദേശം 6 മണിക്ക് ട്രെയിനിങ് തുടങ്ങുന്നുണ്ടെങ്കിൽ 5 മണിക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അവർ എത്ര കാലമാണ് ഈ ഒരു സൈക്കിൾ, അതായത് സാറ്റർഡേ സൺഡേ എപ്പോഴും അവിടെ പോകാൻ സാധിക്കുമെന്നുള്ളത്, അത് യാതൊരു വിധത്തിലുള്ള ഉറപ്പും കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രായപരിധിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ശനി ഞായർ 2 ദിവസമാണ് അവർക്ക് ഉറങ്ങാൻ കിട്ടുന്നത്. അവർക്ക് കളിക്കുകയും വേണം, ഉറങ്ങുകയും വേണം, എങ്കിൽ മാത്രമേ അവരുടെ ബുദ്ധി വികാസം സംഭവിക്കുകയുള്ളൂ. കാരണം ഈ ഒരു സമയങ്ങളിൽ അവരുടെ പേരൻസ് ആണ് കൂട്ടിക്കൊണ്ടുപോകേണ്ടത്. പേരൻസിന് പോലും സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ പണിക്ക് പോകുന്ന ഒരു കൂലിപ്പണിക്ക് പോകുന്ന പേരൻസ് ആയിക്കോട്ടെ, അവർക്ക് ഈ സൺഡേ മാത്രം ലീവ് കിട്ടുന്ന ദിവസം 5 മണിക്ക് എഴുന്നേറ്റ് പോകാൻ അവർ റെഡിയാകുമോ? ഇത്തരം സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ തന്നെ അവിടെ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിനുശേഷം ആ കുട്ടി പോയാലും ശരി, പോയിട്ടില്ലെങ്കിൽ ശരി, കാരണം അവരുടെ ക്യാഷ് എന്നുള്ളത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിനകത്ത് പേരൻസും കുറച്ചൊന്ന് പുഷ് ചെയ്യും, ശരി ഞാൻ കൊണ്ടുവിടാം, കാരണം അവർക്കും ഇതിന്റെ യാഥാസ്ഥികത അറിയുന്നില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നവരെ ഇതിൽ ട്രെയിനിങ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കാണുന്നത്. ജോലി ലഭിക്കുന്നവരെ ഇന്ത്യൻ ഡിഫൻസിലേക്ക് മാത്രമാണ് ഒരു കുട്ടി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക, ഒരു നിർബന്ധമില്ലല്ലോ അതിന്. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ ഇതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യൽ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വെക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. വീഡിയോസുമായിട്ട് ഞാനും ഞങ്ങളുടെ ഡ്രോൺ അക്കാഡമിയിലേക്ക് കൂടെ ഇത്തരം വീഡിയോ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ, ഓരോ സോഷ്യൽ മീഡിയ വഴിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും അതുപോലെ തന്നെ വേക്കൻസിയെ കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ ഇത് കണ്ട് വയ്ക്കുകയും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിന് ശേഷം ഏത് സബ്ജക്റ്റ് എടുത്താലാണ് നമുക്ക് ആർമി, എയർഫോഴ്സ്, നേവിയിലേക്കോ അല്ലെങ്കിൽ പാരാമിലിറ്ററിയിലേക്ക് പോകാൻ പറ്റുക, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലാതെ ഇപ്പോഴേ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് യൂണിഫോം സേനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് ആരംഭിച്ചോളൂ. അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം മാത്രം പർട്ടിക്കുലർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏത് കോച്ചിങ് സെന്ററിൽ പോയാലും നിങ്ങൾക്ക് അതിന് നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ഇപ്പം ഞങ്ങൾ ഡ്രോൺ അക്കാഡമി പോലും ഇവിടെ മാത്രമാണ് നല്ലൊരു കോച്ചിങ് കൊടുക്കുന്നത് ഒരിക്കലും പറയാറില്ല. കേരളത്തിൽ ഒരുപാട് നല്ല നല്ല അക്കാഡമീസ് ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും നല്ലൊരു കോച്ചിങ് കൊടുക്കാറുണ്ട്. ഒരുപാട് പേര് ഉദ്യോഗസ്ഥർ, അതായത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്, ഓരോ അക്കാഡമിയുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ യുവ
തലമുറയെ ഇന്ത്യ സേനയുടെ ഭാഗമാക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അത് നല്ലൊരു കാര്യം തന്നെയാണ്, ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ഒരു പ്രായം മുതലേ നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ട്, കാരണം നല്ലൊരു ഹാർഡ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഈ 13 വയസ്സുള്ള കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം അവരുടെ ശരീര വളർച്ച പോലും സംഭവിക്കാത്ത സമയത്താണ് നമ്മൾ ഈ 13 വയസ്സ് മുതലേ ട്രെയിനിങ് കൊടുക്കുകയാണ്. അതായത് 13 മുതൽ ചിലപ്പോൾ 25 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ അത്തരം കാറ്റഗറിയിൽ ഒരേ കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പല ഏജ് ലിമിറ്റിന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, കാരണം 18 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 17 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥിയുടെ ശരീര വളർച്ച പൂർണ്ണമായും സംഭവിക്കാത്ത സമയത്താണ് നമ്മൾ ഇത്രയും ഹാർഡ് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആക്ഷൻ തന്നെ അതിൽ എടുക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയോടും അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിയോടും പറയാനുള്ള കാര്യം എന്നുള്ളത് ഇതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക. നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് എന്നുള്ളത് നിങ്ങളുടെ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ട്രെയിനിങ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇതിൻ്റെ ക്ലാസ്സസ് എന്നുള്ളത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം മാത്രം, അതുപോലെ തന്നെ +2 ശേഷം എനിക്ക് എയർഫോഴ്സിലേക്ക് പോകണം, എക്സ് ഗ്രൂപ്പിലേക്കാണെങ്കിൽ സയൻസ് വേണം, അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റിലേക്കാണെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റിലേക്കാണെങ്കിൽ സയൻസ് സബ്ജക്റ്റ് വേണം, ബയോ സയൻസ് വേണം. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നും നിങ്ങൾ എവിടെ ചേർന്നാലും നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടത് എന്നുള്ളതും എപ്പോഴും തൊട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ ആരംഭിക്കേണ്ടതും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഓരോ അക്കാഡമീസോടും അല്ലെ ഓരോ സ്ഥാപനത്തിനോടും പറയാനുള്ളത്, നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മിസ്യൂസ് ചെയ്യാതെ അവർക്ക് വേണ്ടുന്നുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ യുവതലമുറയെ നല്ല ഭാവിയിലേക്ക് തന്നെ മാറ്റാം. അതുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ അകപ്പെട്ടു പോവാതെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം 20,000-30,000 രൂപ നഷ്ടപ്പെടുക എന്നുള്ളത്, ആ 30,000 നിങ്ങളുടെ പേരൻസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് ഓരോ ഉദ്യോഗാർത്ഥിയോടും അല്ലെങ്കിൽ പേരൻസിനോടും ഇത്തരം കാര്യങ്ങളുമായിട്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള അറിഞ്ഞുകൊണ്ട് മാത്രം ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. താങ്ക്